മലപ്പുറം ജില്ലയിലെ പാങ്ങെന്ന് പറയുന്ന ഒരു പ്രദേശം ഇന്നൊരു ദുഃഖക്കടലാണ്. കണ്ണീരിൻ്റെയും നിലവിളിയുടെയും കൂട്ട നിലവിളിയുടെയും ഒരു കേന്ദ്രമായി ഇന്ന് പാങ്ങ് മാറിയിരിക്കുകയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അവിടെയുള്ള പ്രിയപ്പെട്ട അധ്യാപകരും സ്റ്റാഫും വാൽപ്പാറ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് ഒരു വൺ ഡേ ടൂർ പോകുകയും വൺ ഡേ ടൂറിൽ ഇന്നലെ വൈകുന്നേരം ഒരു ഡിവൈഡറിൽ അടിച്ചുകൊണ്ട് 800 അടി താഴത്തേക്ക് അവർ യാത്ര ചെയ്ത വണ്ടി നിലംപതിക്കുകയും അതേ സമയം തന്നെ 8 പേരും പിന്നീട് ആശുപത്രിയിൽ വെച്ച് ഒരാളും അങ്ങനെ 9 പേര് മരണപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, അതിൽ കണ്ണ് കാണാത്ത ഒരു അധ്യാപകനും അദ്ദേഹത്തിൻ്റെ സഹായിയായി നിഴലുപോലെ എപ്പോഴും കൂടെയുള്ള പ്രിയതമയും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ ഒരു പൊന്നോമന മകനും അക്കൂട്ടത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ്. പാങ്ങ് ഗവൺമെൻറ് LP സ്കൂളിലെ സഹപ്രവർത്തകരാണ് മരണപ്പെട്ടവരിൽ 8 പേരും. ഒരു അധ്യാപിക അടുത്തുള്ള ഒരു ഹൈസ്കൂളിലെ അധ്യാപികയുമാണ്. യാത്രയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന, യാത്രയെ വല്ലാതെ സ്നേഹിക്കുന്ന, യാത്രാനുഭവങ്ങളെ വല്ലാതെ മനസ്സിൽ ഏറ്റി നടക്കുന്ന എനിക്ക് അവർക്ക് യാത്രയിലുണ്ടായ ഈ ദുരനുഭവം, ഈ ഞെട്ടിക്കുന്ന ഈ ദാരുണാന്ത്യം എന്നെയും വല്ലാതെ തളർത്തിക്കളഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. യാത്രകൾ വലിയ അനുഭവങ്ങളാണ്, അനുഭൂതികളാണ്. ഞാൻ എന്നും പറയുന്നത് പോലെ യാത്രകൾ നമ്മുടെ കണ്ണിനും കാതിനും മനസ്സിനുമൊക്കെ നവ അനുഭവങ്ങൾ നൽകി യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മളെ വിളിച്ചു കൊണ്ടുപോകുന്ന വലിയ ഒരു അനുഭവങ്ങളുടെ ഒരു വലിയ ഒരു സംവിധാനമാണ് ഈ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്രയിൽ ഒരുപാട് യാത്രകൾ പോയ വ്യക്തി എന്നുള്ള നിലക്ക് ഈ സഹപ്രവർത്തകരുടെ, അധ്യാപികമാരുടെ, അവിടെയുള്ള സ്റ്റാഫിൻ്റെ ഈ ഒരു വല്ലാത്ത ഞെട്ടിക്കുന്ന ദാരുണാന്ത്യം എൻ്റെ മനസ്സിന് വല്ലാത്ത പ്രയാസമാണ് ഉണ്ടാക്കിയത്. നമുക്കറിയാം, അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഇന്ന് അവരുടെ ചേതനയറ്റ ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ആ പൊതുദർശനത്തിൽ അവരുടെ ജീവനറ്റ, അവരുടെ നാട്ടിൻ്റെ പ്രിയപ്പെട്ടവരായ, അവിടെയുള്ള പിഞ്ചോമനകളുടെ കണ്ണിലുണ്ണികളായ അധ്യാപകരെ ഒരു നോക്ക് കാണാൻ അവിടെയുള്ള പാങ്ങെന്ന് പറയുന്ന പ്രദേശത്തെ കുട്ടികൾക്ക് അക്ഷരങ്ങളുടെ നവാനുഭൂതി നൽകിയ ആ പ്രിയപ്പെട്ട അധ്യാപകരെ കാണാൻ വേണ്ടി ഒഴുകിയെത്തുന്നത്. ആ സ്കൂളിൻ്റെ അധ്യാപകരിൽ 3 പേരൊഴിച്ച് ബാക്കി എല്ലാവരും മരണപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഈ മരണം, ഈ ദാരുണാന്ത്യം നമ്മുടെ മനസ്സുകളിൽ ചെറുതല്ലാത്ത വലിയ പ്രയാസങ്ങളുടെ ഒരു കടലിരമ്പലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്. അവരുടെ ഈ അകാല മൃത്യുവിൽ എൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞുള്ള, മനസ്സ് വിങ്ങിപ്പൊട്ടിക്കൊണ്ടുള്ള ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുന്നു. യാത്രകൾ മനുഷ്യന് മനോഹരമായ അനുഭവങ്ങളും അനുഭൂതികളും നൽകുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വലിയ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ കയങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുകയും നമ്മൾ ചിന്തിക്കുന്ന മനുഷ്യരാകുന്നതിന് വേണ്ടി നമുക്ക് യാത്രകളാണെങ്കിലും ജീവിതം നശ്വരമാണ്, ജീവിതം ഒരിക്കലും ശാശ്വതമല്ല. നമ്മൾ എന്നും മരണം ചെരുപ്പിൻ്റെ ബാറ് പോലെ നമ്മുടെ അടുത്ത് ചേർന്നിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ മരണം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും ഉണ്ടാകുന്ന ഒരേ ഒരു ഉറപ്പുള്ള യാഥാർത്ഥ്യമാണ് എന്നുള്ള തിരിച്ചറിവാണ് ഈ മരണത്തിലേക്ക് നമ്മളെ ഏവരെയും കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് നല്ല മനുഷ്യ സ്നേഹികളായി എല്ലാ മതവിഭാഗങ്ങളിലും ജാതിയും വർഗവും വർണ്ണവും ഒന്നുമില്ലാതെ മനുഷ്യരെ ഒരുപോലെ കണ്ട് പാവങ്ങളെ സഹായിക്കുന്ന കരുണയുള്ള, നല്ല ഹൃദയമുള്ള, സന്മനസ്കരായ, നല്ല വിവേകമുള്ള, പാവങ്ങൾക്കും മറ്റുള്ളവർക്കും എന്നും താങ്ങും തണലുമായി മാറുന്ന മനുഷ്യരായി നമുക്ക് കിട്ടുന്ന ആയുസ്സിനെ ഉപയോഗിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം, നന്ദി.